നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് പഞ്ചായത്ത്. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വലിയ തീരുമാനങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന്റെ അടിത്തറ പഞ്ചായത്തുകളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളുമാണ്. മഹാത്മാഗാന്ധിയുടെ ആശയത്തിലൂന്നിയ ഗ്രാമസ്വരാജ് എന്ന വലിയ സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യമാണ് പഞ്ചായത്തുകൾ. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരും കാല പദ്ധതികൾ എന്തൊക്കെയെന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് തൃശൂർ ജില്ലയിലെ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ അവണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ആരോഗ്യ മേഖലയിലെ ആധുനികവൽക്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമായിട്ടും എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയ പദ്ധതികളിലടക്കം സജീവമാണ് അവണൂർ ഗ്രാമപഞ്ചായത്ത്. അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഉണ്ട്. നമസ്കാരം ശ്രീമതി തങ്കമണി. പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്രത്തോളം ഇക്കാലയളവിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമസ്കാരം. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 75ഓളം കുടുംബാക്കൾക്ക് ഭവന നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 35 വീടുകളുടെ പണി പൂർത്തീകരിച്ച് താക്കോൽദാനം കൈമാറിയിട്ടുണ്ട്. പിന്നെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് 8 കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ച് 2000ഓളം വരുന്ന കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞിട്ടുണ്ട്. 4 കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി ഒരു MCF-ഉം 15 വാർഡുകളിലും മിനി MCF-ഉം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൈലിംഗ് മെഷീൻ, കൺവെയർ ബെൽറ്റ് തുടങ്ങിയ നൂതന യന്ത്ര സംവിധാനങ്ങൾ MCF-ൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് MCF-ൽ എത്തിക്കുന്നതിനായി സ്വന്തമായി വാഹന സംവിധാനം നിലവിലുണ്ട്. വാർഡുകളിലെ 100% പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവണൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ സ്വാഭാവികമായും നഗരവൽക്കരണ പ്രവർത്തനങ്ങളെല്ലാം അവിടെ മാതൃകയായിട്ടുണ്ടോ? പൊതുജന സേവനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിയത്? അതിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന്, ഓൺലൈൻ ഫയലുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിലും മുന്നിൽ നിൽക്കുന്നു അല്ലേ? അതെ, സുദീർഘമായ രീതിയിൽ ILMGS ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈനായി ഫയലുകൾ കൈകാര്യം ചെയ്ത് ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൃത്യതയോടെ നൽകുന്നതിനും തൃശൂർ ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ആശയം എവിടുന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം എത്തുന്നത്? പ്രത്യേകിച്ചും എല്ലായിടത്തും ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു കാര്യമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? പഞ്ചായത്ത് പരസ്യ വിദഗ്ധരെ കണ്ട്. കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. അപ്പോൾ വേനൽക്കാലമൊക്കെ വരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലാണ് പഞ്ചായത്തിൽ നടത്തി വരുന്നത്? കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമായതിനാൽ തന്നെ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ടല്ലോ. ടാങ്കർ ലോറിയിൽ വെള്ളമടിക്കുന്നുണ്ട്. പിന്നെ 8 കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ച് 2000ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സാധിച്ചിട്ടുണ്ട്. ഈ 4 കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഒപ്പം തന്നെ ഒരുപാട് ജലാശയങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അവണൂർ പഞ്ചായത്ത്. അപ്പോൾ ഈ ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? എല്ലാ പൊതുകുളങ്ങളും നവീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. 35 വീടിന്റെ പണി പൂർത്തീകരിച്ചു. 75 വീടോളം ഉണ്ട്. അതിന് 35 വീടിന് താക്കോൽദാനം കൈമാറി.
മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഭിന്നശേഷി കുട്ടികൾക്കും അടക്കമുള്ള പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. പിന്നെ ഭിന്നശേഷി കുട്ടികൾക്കായി സപ്പോർട്ടിംഗ് മിഷൻ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ വയോജനങ്ങൾക്കായി പകൽ വീട് സജ്ജമാക്കിയിട്ടുണ്ട്. ശാരീരിക ആവശ്യത പരിഹരിക്കുന്നതിനുള്ള സഹായ ഉപകരണങ്ങൾ, ശ്രവണ സഹായ ഉപകരണങ്ങൾ, കട്ടിൽ എന്നിവ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി സംരംഭ പ്രവർത്തനങ്ങൾക്കായി പെട്ടികട വിതരണം ചെയ്തിട്ടുണ്ട്. ഈ അവണൂർ പഞ്ചായത്ത് പ്രധാനമായും ഈ ഓരോരോ വെല്ലുവിളികൾ നേരിടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്കടക്കം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതലായും ഈ കളിസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്നതടക്കം പറയുമ്പോൾ പോലും ഈ കളിസ്ഥലം അടക്കമുള്ള കാര്യങ്ങൾ ഈ പഞ്ചായത്ത് പരിധിയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എത്രത്തോളമാണ് അത് വിലയിരുത്താനാവുക? കളിസ്ഥലം അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ പ്രകടന പത്രികയില് കളിസ്ഥലം മാത്രം, സ്ഥലം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ സ്ഥലം കിട്ടാനുള്ള ആലോചനയിലാണ് നടക്കുന്നത്. അത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ കളിസ്ഥലം ഉണ്ടാക്കും. പിന്നെ പറഞ്ഞോളൂ. പിന്നെ ആരോഗ്യരംഗത്ത് സംസ്ഥാനത്തെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അനാഥ മൃതദേഹങ്ങള് അവണൂർ ഗ്രാമപഞ്ചായത്താണ് സംസ്കരിക്കാൻ പോകുന്നത്. അതിന് ഞങ്ങൾ 93-ാമത്തെയാണ് ഇന്നലെ ഞങ്ങള് ബോഡി എടുത്തത്. അതിന് സ്വന്തമായി നൂതന രീതിയിലുള്ള ഒരു ശ്മശാനം നിർമ്മിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനാഥ മൃതദേഹങ്ങൾ ഏറ്റെടുത്ത് സംസ്കരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മാതൃകയാകേണ്ടത്. ഒപ്പം തന്നെ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്? വനിതകളുടെ ക്ഷേമത്തിന് സ്വയം സംരംഭക പ്രവർത്തനം നടപ്പിലാക്കുന്നതിന് ഇരുചക്ര വാഹനങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നൽകി വരുന്നു. പിന്നെ മൃഗസംരക്ഷണ മേഖലയിൽ വനിതകൾക്കായി മുട്ടക്കോഴി വിതരണവും, കറവ പശു വിതരണവും, കാലിത്തീറ്റ വിതരണവും, ആട് വിതരണവും നടന്നു വരുന്നു. പിന്നെ വനിതകൾക്കായി എല്ലാ വാർഡുകളിലും യോഗ പരിശീലനവും നടന്നു വരുന്നുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉൽപാദന മേഖലയിലാണ് കുറച്ച് വെല്ലുവിളി വന്നിട്ടുള്ളത്. അയ്യോ, മൃഗങ്ങളുടെ ഈ പന്നിയുടെ ശല്യം, ആ പ്രശ്നം. ഈ വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ വന്യജീവികളെ അതായത് പന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ എത്തുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള നിർദ്ദേശങ്ങളെല്ലാം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതിനെ വെടിവെക്കാനുള്ള ആളുകളെ നിശ്ചയിച്ച് അവർക്ക് അതിനേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ സോളാർ പദ്ധതികൾക്ക് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നതടക്കം അറിയാൻ സാധിക്കുന്നു. അവണൂർ ഗ്രാമപഞ്ചായത്തിലെ സോളാർ പദ്ധതി നടപ്പാക്കിയതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പൂർണ്ണമായും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും പിന്നെ സോളാർ പൂർണ്ണമായും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഘടക സ്ഥാപനങ്ങളിലും 1 വർഷങ്ങളിൽ സോളാർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതാണ്. ഈ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ആശയവുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നിട്ട് പോകുന്നത്. ഇപ്പോൾ അതിൽ എത്രത്തോളം ഉന്നമനം ഈ ഒരു അവണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്? ഹരിതകർമ്മ സേനാംഗങ്ങൾ അടക്കം ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? MCF അടക്കമുള്ള കാര്യങ്ങൾ ഏതുവരെയായി? തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ 7ാം സ്ഥാനത്താണ് മാലിന്യമുക്ത നവകേരളത്തിന്. അതില് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി 100% മാലിന്യ സംസ്കരണം വിപുലമായ MCF ആണ് ഞങ്ങള് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 15 വാർഡുകളിലും മിനി MCFും സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൈലിംഗ് മെഷീനും കൺവെയർ ബെൽറ്റും തുടങ്ങിയ നൂതന യന്ത്ര സംവിധാനങ്ങൾ MCFിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് MCFിൽ എത്തിക്കുന്നതിനായി സ്വന്തമായി ഒരു വാഹന സംവിധാനമുണ്ട്. പിന്നെ 100% പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ വീടുകളിൽ മാലിന്യ സംസ്കരണത്തിനായി 1000 ബയോബിൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സ്വന്തമായി വാഹനമുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയും ഈ ഒരു പഞ്ചായത്തിന് എടുത്ത് പറയേണ്ടതായിട്ടില്ലേ? ഉണ്ട്, വാഹനമുണ്ട് ഹരിതകർമ്മ സേനയ്ക്ക്.
ഒപ്പം തന്നെ അംഗനവാടി കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെ രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ സ്വന്തമായിട്ടുള്ള അംഗനവാടി കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ സ്മാർട്ട് അംഗനവാടി ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ? നടന്നു വരിക. 32 അംഗൻവാടി ഉണ്ട് മൊത്തം. അതിൽ 21 അംഗൻവാടിക്ക് കെട്ടിടമുണ്ട്. 4 പുതിയത്, 3 പൂർത്തിയായി, ഇനി 1 പൂർത്തിയാകാനുണ്ട്. സ്മാർട്ട് അംഗൻവാടിയാണ്. ഈ തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അവണൂർ ഗ്രാമപഞ്ചായത്ത്. ഈ തെരുവ് നായ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത്തരത്തിൽ ഈ തെരുവ് നായ ആക്രമണങ്ങളടക്കം പതിവായിട്ടുള്ള ഒരു സ്ഥലമാണോ ഇത്? തെരുവ് നായകളുടെ ശല്യമുണ്ട്. ഞങ്ങള് ABC വാക്സിനേഷൻ കൊടുക്കാനുള്ള പദ്ധതി ചെയ്തിട്ടുണ്ട്. എല്ലാ കൊല്ലം കൊടുക്കുന്നുണ്ട് വാക്സിനേഷൻ. നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ടൂറിസത്തിനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഇവിടെ? വലിയ തോട്, പഞ്ചായത്തിന്റെ പുറകെ കിടക്കുന്ന വലിയ തോട് ടൂറിസത്തിനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ ആലോചനയിലാണ് ഞങ്ങള്. ഇനി ഭാവി എന്തൊക്കെ പരിപാടികളാണ്? ഇതുവരെ ഒരുപാട് പദ്ധതികളാണ് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് പൂർത്തീകരിക്കാനുള്ളത്? ഉൽപാദന മേഖലയിൽ ഞങ്ങള് വിപുലമായ സംവിധാനം ചെയ്യുന്നുണ്ട്. 3 പൂല് പണിയാനുള്ള വെള്ളത്തിന്റെ സംവിധാനം ചെയ്യുന്നുണ്ട്. ചിറകള്, പുതിയ ചിറകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തോടിന് നഗരസഞ്ചയ പദ്ധതി ഉൾപ്പെടുത്തി 1,30,00,000 രൂപ വകയിരുത്തി പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഈ കൊല്ലം ഞങ്ങള് 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക്. ഈ റോഡുകളൊക്കെ എങ്ങനെയാണ്? സാധാരണ രീതിയിൽ നല്ല റോഡുകളാണോ? നവീകരിച്ചിട്ടുള്ള റോഡുകളൊക്കെ തന്നെയാണോ ഇവിടെയുള്ളത്? ഇത് മികച്ച റോഡുകളാണ് എല്ലാം. വഴിവിളക്കുകളെല്ലാം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെയുള്ള ഈ ഒരു ഭരണ കാലയളവിൽ? സാധിച്ചിട്ടുണ്ട്, പൂർണ്ണമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കായിട്ടുള്ള എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കിയത്? അവർക്ക് സ്വയം സംരംഭം തുടങ്ങാനും വണ്ടി ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കായിട്ടും സംരംഭം തുടങ്ങാനുള്ള പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കുടിവെള്ളത്തിന്റെ അതും പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി 2 വീലർ വാങ്ങാനുള്ള അതിന്റെ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് വനിതകൾക്ക്. എന്തൊക്കെ ഭരണ നേട്ടങ്ങളാണ് ഇതുവരെ കരസ്ഥമാക്കിയത്? ഏതൊക്കെ തരത്തിലുള്ള പുരസ്കാരങ്ങൾക്കെല്ലാം അർഹമായിട്ടുണ്ടോ ഇതുവരെ? പദ്ധതി നിർവഹണത്തിന് ഞങ്ങൾക്ക് 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങള് സംസ്ഥാനത്ത് 24-ാം സ്ഥാനത്തായിട്ടുണ്ട് നീതി പിരിവില്. തീർച്ചയായും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളെല്ലാം തന്നെയാണ് ഈ അവണൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ? എന്തൊക്കെ പദ്ധതികളാണ് ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു തിരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയാണ് ഇനി ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ പൂർത്തീകരിക്കാനുള്ളത്? ഞങ്ങള് ആരോഗ്യ മേഖലയില് കുടുംബക്ഷേമ കേന്ദ്രമാക്കാനായിട്ട് ഞങ്ങള് ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും അതിന്റെ ഉദ്ഘാടനം കഴിയും. 1,50,00,000 ചെലവാക്കിയിട്ട് കെട്ടിടം പണി നടക്കുന്നുണ്ട്. കഴിയാറായി. 24 മണിക്കൂറും ചികിത്സക്ക്. തീർച്ചയായും അവണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി തങ്കമണി ശങ്കുണ്ണി.